Jagul, please talk to me. അല്ല വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്ത് കാര്യം എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്? അത് ഈ ടേബിളിൻ്റെ അപ്പുറം അടിപിടിക്കുന്ന നാട്ടുകാരെ മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തമ്മിൽ വഴക്കാണെന്ന്. അടി കൂടാനല്ല, എനിക്ക് മടുത്തൊരാഗ്രഹം നിൻ്റെ കൂടെ ജീവിക്കാൻ. വീട്ടുകാരും ബന്ധുക്കളൊക്കെ വെറുപ്പിച്ചിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ വന്നത്. നീ എന്താ എന്നെങ്കിലും അവോയ്ഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായ രാഹുലല്ല നീ ഇപ്പോൾ. നീ ഒരുപാട് മാറി. സാൻഡ്ര, എനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കാര്യവും എനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ എന്ത് കാര്യം നിനക്ക് എന്നോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള? രാഹുൽ, ഞാൻ നിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നീ കാണിക്കുന്ന ഓരോരോ പ്രവൃത്തി എനിക്ക് ഇറിറ്റേറ്റിംഗ് ആവുകയാണ്. നീ ഇനി എങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാച്ച് അഫെയറിലേക്ക് പോകും. പിന്നെ എന്നെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ആരുടെ കൂടെ എടിയവ മാറും തോന്നുന്നില്ല. എനിക്കിനി വയ്യ. ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. എടി, നീ ആദ്യം ഒരു ജോലി നോക്ക്. ജോലിയാണ് നിനക്ക് ഏറ്റവും അത്യാവശ്യം. നീ ചിലപ്പോൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിനക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ സർ, ഓക്കെ. ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു സർ. മിലൻ, ഇന്നറിയ ഇന്റർവ്യൂ ഉണ്ടോ? ഒരു കാൻഡിഡേറ്റ് ഉണ്ട് സർ. ആണോ? ഹലോ, എന്താ ഇവിടെ? എൽസൺ എന്താ ഇവിടെ? അത് ശരി, ഞാനിവിടുത്തെ HR-ആണോ? ഞാൻ ഇന്റർവ്യൂവിന് വന്നാ. ആണോ? അടിപൊളി. പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ? കുറേ ഇല്ലേ കണ്ടിട്ട് നമ്മള്. ആ ഗ്ലൂമിയാണല്ലോ, എന്ത് പറ്റി? ആളെ മാറിപ്പോയല്ലോ. ഇന്റർവ്യൂവിന് നമുക്ക് സെറ്റാക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ. സാൻഡ്ര ഇത്ര കഷ്ടപ്പെട്ടിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പണ്ട് തന്നുണ്ടായിരുന്ന ഇഷ്ടത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എത്ര നാളായിട്ട്. ഒരു നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടതെന്ന് ഇങ്ങനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ നിനക്ക് ഓക്കെ അല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ, ഐ വിൽ ബി ദെയർ ഫോർ യു അറ്റ് എനി ടൈം. ഞാനോ? നേരെ നാളെ ഓടിച്ചിങ്ങനെ പോണേ? ഇതെന്റെ ഡ്രസ്സാ? അല്ല, എൻ്റെ ഡ്രസ്. എന്താണ് വല്ല സ്വപ്നം എങ്ങനെ കണ്ടോ? അതെ, നീ ആ രണ്ടെണ്ണം വിളിച്ചോടി പോകുന്ന സ്വപ്നം കണ്ടടി. ഫസ്റ്റ് എൻ്റെ അടുത്തുനിന്ന് അത്യാവശ്യം ലവൊക്കെ കിട്ടുന്നില്ല നിനക്ക്? കൂടി പോയെന്നുള്ള ഡൗട്ടേ ഉള്ളൂ. കെയറൊക്കെ ഉണ്ടല്ലോ അല്ലേ ആവശ്യത്തിന്? നീ ഹാപ്പി അല്ലേടാ? ഞാൻ നല്ല ഹാപ്പിയാ. നീ ഹാപ്പി അല്ലേ? നീ ഉണ്ടെങ്കിൽ പിന്നെ ഹാപ്പി അല്ലേ?